ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുബൂസാണ്. അപ്പോൾ കുബൂസ് നമ്മളെല്ലാവരും കടകളിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലായിട്ട് മേടിച്ച് കഴിച്ചിരിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളം തിളപ്പിച്ച ഒരു ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി തിളച്ചത് വേണ്ട, ഒരു മീഡിയം ചൂടുവെള്ളം ഒഴിച്ച്. അപ്പോൾ പെട്ടെന്ന് ഈസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സായിട്ട് അതൊന്ന് അലിയും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം ഇതിങ്ങനെ അടച്ചൊന്നും വെക്കേണ്ട, കുറച്ച് സമയത്തേക്ക് വെച്ചാൽ മതിയാവും. അപ്പോൾ അതൊക്കെ ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം അടച്ച് വയ്ക്കാൻ. ഇത് അടച്ച് വെച്ചിട്ട് അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിനകത്തേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് ഇടാൻ പോകുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവന് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരുന്ന ഈസ്റ്റ് ഇപ്പം നന്നായിട്ട് അതൊന്ന് മിക്സായിട്ട് എല്ലാം അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക നമുക്ക് അതിനകത്തേക്ക്. ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. എന്തോരം നന്നായി കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് നമുക്ക് കിട്ടും. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ നല്ല ഇതല്ലേ, കുട്ടികൾക്ക് പെട്ടെന്ന് നന്നായി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ആവണം. എന്നാലേ ആ ഈസ്റ്റ് ഒക്കെ ഈ മാവിൽ നന്നായിട്ടൊന്ന് പിടിച്ചാലേ ഇത് നമ്മൾ ഉരുട്ടി ഇത് നമ്മൾ പാനിനകത്തിട്ടൊന്ന് ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്കിത് ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കാം. എന്ന് വെച്ചാൽ കാറ്റൊന്നും കയറാത്ത പോലെ അടച്ച് വയ്ക്കാം. ഇതൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് തുറക്കുന്നത്. ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല മയമായിട്ടുണ്ട്. ഇത് ഇത്രയും ആവണം, എന്നാലേ നമുക്ക് ഇപ്പോൾ കയ്യിലൊന്നും നമുക്ക് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇത് നമുക്കിനി ഓരോ ബോളുകളായിട്ട് ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്നതിനൊക്കെ കുറച്ചുകൂടി വലിയ ബോളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇച്ചിരി തിക്ക് വേണം. ചപ്പാത്തി പരത്തുമ്പോൾ നമ്മൾ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കുമല്ലോ, ഇത് ഇച്ചിരി നല്ല തിക്കായിട്ട് ഇരിക്കണം. ഇത് വെച്ച് ഒത്തിരി തിക്കാവണ്ട, ഒരു മീഡിയം ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കല്ല് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി വലുതായിട്ട് നമുക്ക് പരത്തിയെടുക്കേണ്ട, ചപ്പാത്തിയുടെ അത്രയൊന്നും അത്ര വലുതാക്കണ്ട. നോർമലി ഒരു ചെറുതായിട്ട് മതി. ഇപ്പോൾ പൂരിക്കൊക്കെ പരത്തിയെടുക്കില്ല, അത്രയും മതിയാവും. ഈ രീതിയിൽ നമുക്കെല്ലാം പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് തിരിച്ചിടാം, എന്നാലേ ഇത് പൊന്തി വരത്തുള്ളൂ. അപ്പോൾ ആ സൈഡ് നന്നായിട്ട് ചൂടായി, അതുകൊണ്ട് തന്നെ പൊന്തി വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ടിത് പൊന്തി വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.